ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 39 ഗോകുലയാത്രാവർണ്ണനം. ശ്ലോകം 3. തതസ്ത്വദനുജാരവക്ഷപിതനിദ്രവേഗദ്രവദ് ഫടോത്കരനിവേദിത പ്രസവവാർത്തയൈവാർത്തിമാൻ വിമുക്തചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാടതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഇത് 2 ലൈനും ഒന്നിച്ച് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. തഥ അനന്തരം ത്വദനുജാരവക്ഷപിതനിദ്രവേഗദ്രവദ് ഫടോത്കരനിവേദിത പ്രസവവാർത്തയാ ഏവ ആർത്തിമാൻ. അവിടുത്തെ അനുജത്തിയായ മഹാമായയുടെ കരയുന്ന ശബ്ദം കൊണ്ട് ഉറക്കം വിട്ടുമാറി അതിവേഗത്തിൽ ഓടിയെത്തിയ കാവൽ ഭടന്മാരാൽ അറിയിക്കപ്പെട്ട ദേവകീ പ്രസവവാർത്ത കൊണ്ടുതന്നെ ആർത്തിമാൻ ഭയപ്പെട്ടു വേദനപ്പെടുന്നവനും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ക്ഷപിത എന്നുള്ളതിൻ്റെ ക്ഷാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഫടോത്കരനിവേദിത എന്നുള്ളതിൻ്റെ ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിമുക്ത ചികുരോത്കര അഴിഞ്ഞ തലമുടിയോടു കൂടിയവനും. വിമുക്ത എന്നുള്ളത് കാ താ എന്നാണ് താ എന്നുള്ളത് ഒട്ടും ഊന്നണ്ട. ത്വരിതം ആപതൻ ചേർത്തു ചൊല്ലുമ്പോൾ സ്ത്വരിതമാപതൻ എന്നാവും. ത്വരിതം ആപതൻ വേഗത്തിൽ ഓടി വരുന്നവനുമായ. ഭോജരാട് ഭോജരാജാവായ കംസൻ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭോജരാടതുഷ്ട ഇവ അതുഷ്ട ഇവ സന്തുഷ്ടി ഇല്ലാത്തവനായി. ദൃഷ്ടവാൻ കണ്ടു. ഭഗിനികാകരേ സഹോദരിയുടെ കയ്യിൽ. കന്യകാം പെൺകുട്ടിയെ. ഭഗിനികാകരേ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തതസ്ത്വദനുജാരവക്ഷപിതനിദ്രവേഗദ്രവദ് ഫടോത്കരനിവേദിത പ്രസവവാർത്തയൈവാർത്തിമാൻ വിമുക്തചികുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. അടുത്തത് 4ാമത്തെ ശ്ലോകം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേതസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം. ദ്വിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ധ്രുവം ഇതി എന്ന് തീർച്ചയായി വിചാരിച്ച്. ധ്രുവം എന്നുള്ളതിൻ്റെ ധ്രുവെന്ന് നന്നായിട്ട് ഊന്നി പറയണം. കപടശാലിനോ കപടശാലിനം കാപട്യം സ്വഭാവമായിട്ടുള്ള. മധുഹരസ്യ ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിഷ്ണുവിൻ്റെ. മായ മായ കൊണ്ടുണ്ടായ പെൺകിടാവ് തന്നെ. ഭവേത് ആയിരിക്കണം. അസൗ ഈ പെൺകുട്ടി. കിശോരികാം പെൺകിടാവിനെ. ഭഗിനികാകരാലിംഗിതാം സഹോദരിയുടെ കൈക്കൊണ്ട് ആലിംഗനം ചെയ്യപ്പെട്ടിരുന്നവളും. ഭഗിനി എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ദ്വിപോ ദ്വീപ ആന. നളിനികാന്തരാദിവ നളിനികാന്തരാത് താമര പൊയ്കയുടെ ഉള്ളിൽ നിന്ന്. മൃണാളികാം ഇവ താമര വളയത്തെ എന്ന പോലെ. മൃണാളികാം ആക്ഷിപൻ അയം ചേർത്തിട്ട് മൃണാളികാമാക്ഷിപന്നയം. ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആക്ഷിപൻ ശക്തിയായി പിഴുത്. ത്വദനുജാം മായാരൂപമെടുത്ത
അങ്ങയുടെ അനുജത്തിയുമായ ഉപലപട്ടകെ പാറത്തറയിൽ പിഷ്ടവാൻ അടിച്ചു പിശറാക്കാനാഞ്ഞു. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ അയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.